നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയ, പെരിമീറ്റർ. സ്ക്വയറിൻ്റെ ആണ് പഠിച്ചത്. ഇത് എ ഒരു സൈഡ്, 4 സൈഡും എ ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പഠിച്ചു അല്ലേ? ഏരിയ എ സ്ക്വയർഡ് എന്ന് പഠിച്ചു. പെരിമീറ്റർ എന്താ പഠിച്ച് ഓർമ്മയുണ്ടോ? പെരിമീറ്റർ 4a എന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്ത് പഠിച്ചു? റെക്റ്റാങ്കിൾ പഠിച്ചു. സ്ക്വയർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഓർത്ത് നോക്കൂ. ഇല്ല അല്ലേ? സ്ക്വയർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഷേപ്പ് അവന്തിക സ്ക്വയറിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ? ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ ശരി. അപ്പം ഞാൻ സ്ക്വയർ ഇപ്പോൾ പറയുന്നില്ല. അപ്പം ഞാൻ റെക്റ്റാങ്കിൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നു. സോ റെക്റ്റാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡിനെ എൽ, ലെങ്ത് എന്ന് പറയും. ഇത് ബെർത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇതിന് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. സോ റെക്റ്റാങ്കിൾ, ഇതിൻ്റെ പേരെന്താ? റെക്റ്റാങ്കിൾ. ചതുരം എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോൾ ഇതിൽ ഏരിയ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ എന്താണ്? എൽ ഇൻറ്റു ബി ആയിരുന്നു. ഇനി പെരിമീറ്റർ, ചുറ്റളവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റിലുള്ള അളവാണ് കേട്ടോ. ചുറ്റിലുള്ള അളവ്. ചുറ്റിൽ എന്തൊക്കെയുണ്ട്? 2L ഉണ്ട്, 2B ഉണ്ട് അല്ലേ? ആ 2നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. 2നെ 2ലും 2 ഉള്ളത് കാരണം കോമൺ ആയിട്ട് പുറത്തെടുത്തു. L+B എന്ന് ഫോർമുല എഴുതി. സോ പെരിമീറ്റർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ പറയേണ്ടത് ഫോർമുല എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × L+B എന്നും, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L × B ആണ് പറയേണ്ടത്. ഇതുവരെ ക്ലിയർ ആണോ? നമ്മൾ കുറച്ച് റെക്റ്റാങ്കിൾ എന്നാണ് ഈ ഷേപ്പിൻ്റെ പേര്. ഓക്കെ, ഇതിൽ ഈ ഭാഗം ലെങ്ത് കൂടിയ ഭാഗത്തിന് ഇതിനെ നമ്മൾ ലെങ്ത് എന്ന് പറയും. ഈ ഡാഷിനേക്കാളും വലുതല്ലേ? ഈ വലിയ ഭാഗത്തിനെ നമ്മൾ ലെങ്ത് എന്നും ചെറിയ ഭാഗത്തിനെ നമ്മൾ ബെർത്ത് എന്നുമാണ് പറയുന്നത് കേട്ടോ. ഇതിൽ ഇത് ബി, ഇത് എൽ, ഓപ്പോസിറ്റ് സൈഡ് 2 ബെർത്തും, ഈ സൈഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അതിന് 2Lഉം 2Bയും ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L × B ആണ്. ഇനി പെരിമീറ്റർ എത്രയാണ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ചുറ്റളവ് എന്നതാണ്. ഈ ചുറ്റിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ചുറ്റളവ് പറയുന്നത്. അപ്പോൾ ചുറ്റളവിൽ 2L ഉണ്ട്, 2B ഉണ്ട്. അപ്പോൾ ഈ 2നെ ഞാൻ പുറത്തെടുത്തപ്പോൾ L+B എന്ന് മാറി. സോ 2 × L+B ആണ് പെരിമീറ്റർ. ഏരിയ എത്രയാണ്? L × B. ഓക്കെ ആണോ? പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്. നമുക്ക് ഡയഗണൽ എന്ന് പറയും. ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ബോക്സ് ആണ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും വലിയൊരു സ്കെയിലിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം എന്ന് ചോദിച്ചു എങ്കിൽ, അപ്പോൾ ആ ഏറ്റവും വലിയ സ്കെയിൽ എങ്ങനെ വെക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വെക്കാൻ സാധിക്കുക. ഇവിടെ നിന്ന് വരുന്ന ലെങ്ത്തിനേക്കാളും ഇങ്ങനെ ക്രോസായി വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഈ ബോക്സിൽ കൊള്ളാവുന്ന ഏറ്റവും വലിയ പീസ് എങ്ങനെ വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസായിട്ടേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഡയഗണൽ. അപ്പോൾ 2 ഡയഗണലാണ് നമുക്ക് റെക്റ്റാങ്കിളിൽ ഉള്ളത്. ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്കും ഒരു ഡയഗണൽ, ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്കും ഒരു ഡയഗണൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട്, പൈത്തഗോറസ് തിയറം എന്നാണ് അതിൻ്റെ പേര് പറയുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളെ ഞാൻ പകുതിയായിട്ട് മുറിച്ചെടുത്തു. ഈ പകുതിയായിട്ട് മുറിച്ചെടുത്താൽ ഈ ഭാഗത്തിന് നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്നാണ് പറയുക. മലയാളത്തിൽ കർണം എന്നാണ് പറയുക. മലയാളത്തിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല, അത് കാരണം ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ഹൈപ്പോട്ടന്യൂസ് എന്നാണ് ഇതിൻ്റെ ഈ സൈഡിൻ്റെ പേര്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ട്രയാങ്കിളിൻ്റെ 3 രൂപം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ട്രയാങ്കിളിൻ്റെ 3 രൂപം: അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അങ്ങനെ 3 എണ്ണം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ പേര് മട്ട ത്രികോണം എന്നാണ്. ഇങ്ങനെ
സ്ട്രൈറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഒരു ട്രയാങ്കിൾ അങ്ങനെ ഈ ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെയും ഇടയ്ക്കുള്ള ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും. ഇനി 90 ഡിഗ്രിയുടെ മേലെ ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് എങ്കിൽ അതിന് ഒരു പേരും, അതേപോലെ താഴെയുള്ള ട്രയാങ്കിൾ ആണെങ്കിൽ അതിനൊരു പേരും ഉണ്ട്. ഇത് അക്യൂട്ട് എന്നാ പറയാ, അല്ല സോറി, ഇതാണ് അക്യൂട്ട്. 90 ഡിഗ്രി താഴെയുള്ളതിനെ അക്യൂട്ട് എന്നും ഇത് ഒബ്റ്റ്യൂസ് എന്നുമാണ് വിളിപ്പേര് പറയാം. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, അക്യൂട്ട് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും. അതിൽ ഈ ഭാഗം താഴെയുള്ള ഭാഗത്തിന് ബേസ് എന്ന് പറയും, മലയാളത്തിൽ പാദം എന്നാണ് പറയുക. ഈ ഭാഗത്തിനെ നമ്മൾ ഹൈറ്റ് എന്ന് പറയും, മലയാളത്തിൽ ഉയരം അല്ലെങ്കിൽ ലംബം എന്നാണ് പറയുക. അപ്പോൾ എഴുതി വെച്ചോളൂ. ഇതെന്താ? ഹൈറ്റ്. ഞാൻ സ്പെല്ലിങ്ങോട് കൂടി എഴുതി തരാം കേട്ടോ. ഹൈറ്റ്, HEIGHT, ഹൈറ്റ്. ഇത് ബേസ്, ഈ ഭാഗം ബേസ്, ഈ ഭാഗം ഹൈറ്റ്, ഈ ഭാഗം ഹൈപ്പോട്ടന്യൂസ്. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം. എനിക്ക് ഓർമ്മയില്ല കേട്ടോ മലയാളത്തിൽ എങ്ങനെ എഴുതുന്നത്. നിങ്ങൾ എന്തായാലും എഴുതിക്കോ, കർണം എന്ന് എഴുതിക്കോ. ഇതുവരെ ഓക്കെ ആണോ? ഇപ്പം നമുക്ക് ചിലപ്പോൾ ഈ ഭാഗം നമുക്ക് തന്നിട്ട്, നമുക്ക് ബേസും തന്നിട്ട് ഹൈറ്റ് ഇത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ചെയ്യാവുന്ന ഒരു ഫോർമുലയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് പൈതോഗറസ് തിയറം എന്നാണ്. പൈതോഗറസ് തിയറം എന്ന് പറയും. പൈതോഗറസ് തിയറം എഴുതി വെച്ചോളൂ കേട്ടോ. പൈതോഗറസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിപ്പോൾ ഒരു തിയറമാണ് പൈതോഗറസ് തിയറം. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ്, കർണം പറഞ്ഞില്ലേ, അതിൻ്റെ സ്ക്വയർ എന്ന് പറയണത് ഈ രണ്ട് സൈഡ് ഉണ്ടല്ലേ, ഈ രണ്ട് സൈഡിൻ്റെയും സ്ക്വയറിന് തുല്യമാണ്. സ്ക്വയറിൻ്റെ സമ്മിന് തുല്യമാണ്. എന്താടാ പറയൂ? ഏരിയ പെരിമീറ്ററോടെ അത് കഴിഞ്ഞാൽ നമ്മുടെ മാത്സ് കഴിയും. ഇല്ലല്ല, കഴിയില്ല, കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ അടുത്ത പോർഷൻ ഉണ്ടോ? ഉണ്ട് 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 ഒരു 3-4 ടോപ്പിക്കും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ക്ഷമയോടെ കൂടി ഇരുന്ന് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് നല്ല കാലിബർ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് അയക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. മിസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ എക്സാക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും, എക്സാമിന് വരുന്ന അതേ മോഡലൊക്കെ തരുന്നുണ്ടാവും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങളത് ചെയ്യുന്നേ ഇല്ല. വർക്കൗട്ട് ചെയ്ത് അയക്കണം. ഇപ്പം ദയ നോക്ക്, ഇത്രയും ദിവസമായി ദയ എനിക്ക് ഇംഗ്ലീഷിൽ അയച്ചു തന്ന ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ഇന്ന് ഇംഗ്ലീഷ് എടുക്കണ്ടെന്ന് വെച്ചത്. നിങ്ങളത് ഒരു തവണ വായിച്ചെടുക്കണം. 3 ക്വസ്റ്റ്യൻ ആയിരുന്നു, 2 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വേണം ദയാ, മനസ്സിലായ? 3 പേരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണം. നവോദയയിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളിൽ വേണം. മിസ്സോ നിങ്ങളുടെ അച്ഛനമ്മയോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നണം നമുക്കത് എന്തായാലും അറ്റ് എനി കോസ്റ്റ് എനിക്കത് നേടിയേ പറ്റും. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, പക്ഷെ ഞാൻ പഠിക്കേണ്ട കാര്യം ഞാൻ പഠിച്ചിരിക്കണം. ഫീസ് കൊടുത്തിട്ടാണല്ലോ, എനിക്ക് ഫീസ് തന്നിട്ടാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. അത് അച്ഛനമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസയാണല്ലോ അല്ലേ, വെറുതെ കിട്ടിയതല്ലല്ലോ അച്ഛനമ്മയ്ക്ക്. അപ്പോൾ ആ പൈസ തന്നു എങ്കിൽ അച്ഛനമ്മ കഷ്ടപ്പെട്ടിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മളത് പഠിച്ചിട്ട് അവർക്ക് അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ആ നവോദയയിൽ കിട്ടുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഗിഫ്റ്റായിട്ട് അമ്മയ്ക്കും അച്ഛനും കൊടുക്കുക. അതാണ് പിള്ളേർ ചെയ്യേണ്ടത്. അപ്പം അതിന് നമ്മൾ അച്ഛനമ്മ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ ടെൻഷനിൽ ചിലപ്പോൾ ഹോംവർക്ക് ഞാൻ അയച്ചത് മറന്നുപോയിണ്ടാവും. പക്ഷേ യു ഹാവ് ടു ആസ്ക്. നിങ്ങൾ ചോദിക്കണം, അമ്മ മിസ് എന്തെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ, അച്ഛ മിസ് എന്തെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ, എനിക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഡെയിലി ബേസിസിൽ നിങ്ങളത് ചെയ്തു പോകണം. ഇനി കളിയല്ല ഉള്ളത്, ഇനി 17 ദിവസം തന്നെ ഉള്ളൂ എക്സാമിന്. വെറും 17 ദിവസം, മനസ്സിലായോ? ഈ 17 ദിവസത്തിനുള്ളിൽ ഇനി പഠിച്ച് തീർക്കണം. നമ്മൾ ഫുള്ളായിട്ട് പഠിച്ച് തീർക്കണം. ഇനി അങ്ങോട്ട് റിവിഷൻ തന്നെയാണ്.
ഞാൻ നാളെ പറഞ്ഞില്ലേ കുറച്ചൊരു 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ 7 ക്വസ്റ്റ്യൻ അടങ്ങിയ ടോപ്പിക്കാണ് ഇനി ഞാൻ പറഞ്ഞു തരാം. അത് ഓരോരോ ക്വസ്റ്റ്യൻ വെച്ച് അങ്ങനെ പറഞ്ഞു തന്ന് പോകുക തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുന്നിൽ പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യണ്ടേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വീഡിയോസൊക്കെ ഇരുന്ന് കാണൂന്ന്. ഒരാൾ പോലും കണ്ടിട്ടില്ല. അതിൽ കണ്ടു എങ്കിൽ എനിക്ക് കാണാൻ സാധിക്കും. ഇവിടെ എനിക്ക് ലിങ്കിൽ കാണാൻ സാധിക്കും ആരൊക്കെ കണ്ടു എന്ന്. പക്ഷെ നിങ്ങൾ കാണുന്നേ ഇല്ല. ഞാൻ എന്തിനാ പറയുന്നത്? ശരി, ഇന്നിപ്പോൾ വാരൂ നമുക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാം. സോ ഇതൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എന്തോ ചെയ്തു തോന്നുന്നു അല്ലേ? 1 or 2 ക്വസ്റ്റ്യൻ എന്തോ ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി പഠിക്കേണ്ടത് സ്ക്വയറാണ്. സ്ക്വയറിനെ കുറിച്ചാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഭാഗവും ഈക്വലാണ്, 4 സൈഡും ഈക്വലാണ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ എന്നതാണ് അർത്ഥം. പെരിമീറ്റർ എന്താണ്, ചുറ്റളവ് എന്തായിരിക്കും എന്ന് നോക്കുമ്പോൾ 4a ആഡ് ചെയ്യാൻ വേണ്ടത് a + a + a + a. അപ്പോൾ എത്ര വരും? 4a കിട്ടും. സോ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4a, ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ. ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം. ഈ ഭാഗവും ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് a ഇൻറ്റു a എന്ന് കിട്ടും. a സ്ക്വയർ ആണ് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം നമുക്ക്. സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിലും നമുക്ക് ഡയഗണൽ ഉണ്ട് കേട്ടോ. ഈ സ്ക്വയറിലും നമുക്ക് ഡയഗണൽ ഉണ്ട്. ഈ സ്ക്വയറിൽ ഡയഗണൽ പറയണത് ഡി ആണ്, ഡയഗണൽ. അത് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹൈപ്പോട്ട്ന്യൂസ് എന്ന്. ഈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് ഈ ഡി. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇവിടെയാണ് ഡി. ഇത് ബേസ്, ഇത് ഹൈറ്റ്. അപ്പോൾ ഈ ഡി കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് പറഞ്ഞോളൂ. എക്സാമിന് ഈ പോർഷനില് മറ്റേ ഓപ്ഷൻസ് ഒന്നും തരില്ലല്ലോ. ഈ ടോപ്പിക് വരില്ലാന്നോ? ആര് പറഞ്ഞ്? ഈ ടോപ്പിക്കില് ഓപ്ഷൻസ് ഒന്നും തരില്ലല്ലോ. ഓപ്ഷൻസ് തരും കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് നോക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റിൽ കറുപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണെന്ന് വെച്ചോളൂ. ഓപ്ഷൻ 1 ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു OMR ഷീറ്റ് തരും. OMR ഷീറ്റ് തരും. അതിലെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ 1 ഒരു ബബിൾ ഉണ്ടാവും, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ക്ലാസ്സിൽ അത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരും ഞാൻ. ഇതിങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 1 ആണ് ആൻസർ എന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾ പേന വെച്ച് ഇങ്ങനെ കറുപ്പിക്കണം. ഓക്കെ, ഓപ്ഷനിൽ അത് തരില്ല, ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ ഡി കാണണമെങ്കിൽ ഈ ഹൈറ്റ് മാത്രം വെച്ചിട്ട് ഇതിൻ്റെ പേര് സ്ക്വയർ കേട്ടോ. ഇതിൻ്റെ പേര് എന്താ? സ്ക്വയർ. ഇവിടെ 2 എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയേണ്ടത് സ്ക്വയർ എന്നാണ്. ഇവിടെ 3 ഉണ്ടെങ്കിൽ അതിനെ പറയേണ്ടത് ക്യൂബ് എന്നാണ്. ഈ സ്ക്വയർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റൂട്ടായിട്ട് മാറും, സ്ക്വയർ റൂട്ടായിട്ട് മാറും. സോ സ്ക്വയർ റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഡയഗണൽ h ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇവിടെ ഡി. ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. ഇതൊക്കെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് എക്സസൈസിൽ 27ാമത്തെ ക്വസ്റ്റ്യനാണ്. എക്സസൈസിൽ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏരിയ ഓഫ് എ സ്ക്വയർ കിച്ചൺ, ഒരു കിച്ചൻ്റെ ഷേപ്പ് എങ്ങനെയുള്ളത്? സ്ക്വയർ ഷേപ്പിലാണുള്ളത്. സ്ക്വയർ കിച്ചൺ ഗാർഡൻ ഈസ് 729 സ്ക്വയർ ഫീറ്റ്. സ്ക്വയർ മീറ്റർ ആണ്, സ്ക്വയർ മീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ. പെരിമീറ്റർ പറഞ്ഞാൽ കിഷാൻ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. ഏരിയ പറഞ്ഞാൽ വിസ്തീർണം എന്നാണ് മലയാളത്തിൽ പറയുക കേട്ടോ. കിഷാൻ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട് വരുമ്പോൾ എന്നോട് ചോദിക്കുകയും വേണം. കിഷാൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്?
മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്ക് ട്ടാ. എന്നിട്ട് മലയാളത്തിൽ ഡൗട്ട് വരുവാണെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അടുത്തത് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഗിവൻ? ഏരിയ എത്ര എന്നാ തന്നിരിക്കുന്നത്? 729. ഏരിയക്കുള്ള ഫോർമുല എന്താ? ഇത് സ്ക്വയർ അല്ലേ? സ്ക്വയറിൽ ഏരിയൻ്റെ ഫോർമുല എന്താ? ഏരിയയുടെ ഫോർമുല എന്താ? എ സ്ക്വയർ എന്നതാണ്. സോ എ സ്ക്വയർ ഈക്വൽ ടു 729. എ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ സ്ക്വയർ ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും 729. ഈ 729 റൂട്ട് എങ്ങനെയാണ് കാണുക? നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ അന്നൊക്കെ ചെയ്തില്ലേ 729 ഇങ്ങനെ എഴുതിയിട്ട്, അപ്പം ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 729? ആരെ കറക്റ്റ് ഉത്തരം പറയണം? പറ്റുമോ? പറ്റില്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? പറ്റും. 7 + 2 9, 9 + 9 18 വീണ്ടും 18നെ ഡിജിറ്റിനെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ് വരുന്നത്. സോ 9 പറഞ്ഞത് 3ന്റെ ടേബിളിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 7ൽ എത്ര 3 ഉണ്ട്? 2 തവണയുണ്ട്. ബാലൻസ് 1 ഉണ്ടാവും. അപ്പോൾ 1 ഞാൻ ഇവിടെ എഴുതി കൊടുക്കാം. ഈ 2നെ താഴെ എടുത്ത് എഴുതി. 12ൽ എത്ര 3 ഉണ്ട്? 4 തവണയുണ്ട്. 9ൽ എത്ര 3 ഉണ്ട്? 3 തവണയുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പ്രയാസമാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 729ന് 3 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. 2 തവണ 6, ബാലൻസ് 1 12, 4 തവണ 12, ബാലൻസ് 0, 9നെ ഇറക്കി 9, 9ൽ 3 തവണയുണ്ട്. കഴിഞ്ഞു. ഇനി അടുത്തത് 243ൽ 3, 24 2ലില്ല. 24 എടുത്തോ. 24ൽ 3 8 തവണയുണ്ട്. 3ൽ 3 1 തവണയുണ്ട്. 8ൽ 3 2 തവണയുണ്ട്. ബാലൻസ് 2 കിട്ടും. 1 ഉണ്ട്. 21ൽ 3 7 തവണയുണ്ട്. 27ൽ 3 9 തവണയുണ്ട്. 9ൽ 3 3 തവണയുണ്ട്. ഓക്കെ. സോ എത്ര 3 കിട്ടി നമുക്ക്? 1 2 3 4 5 6. അതിനെ നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. 1 2 3 4 5 6 എഴുതി. ഈ റൂട്ട് എന്ന് പറയണത് ഇവിടെ ഈ സ്ക്വയർ ഈ സൈഡ് വരുമ്പോഴാണ് റൂട്ടായിട്ട് മാറുക. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ടാണ് ആക്ച്വലി. ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കുക? എന്താണ് ചെയ്യേണ്ടത്? റൂട്ടിൽ നിന്ന് നമ്പറിനെ പുറത്തെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 ആണ് തന്നതെങ്കിൽ 2 നമ്പറിന് പകരം പുറത്തേക്ക് ഒരു നമ്പർ എടുക്കുക. 3 ആണ് ഇവിടെ തന്നെങ്കിൽ 3 നമ്പറിന് പകരം ഒരേ ഒരു നമ്പറിനെ പുറത്തേക്ക് എടുക്കുക. ഇനി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും പറയൂ? 3 3s are 9, 9 3s are എത്രയാ? 27. ഇതാണ് നമുക്ക് എന്റെ വാല്യൂ. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ. പെരിമീറ്റർ എത്രയാണ് എന്നാണ് ചോദ്യം. പെരിമീറ്റർ പറയുന്നത് എത്രയായിരുന്നു? 4a ആയിരുന്നു. എന് പകരം 27 ഇട്ട് കൊടുക്കുക. ആൻസർ പറയൂ. 4 × 27 എത്ര വരിക പറയൂ? 100. എത്രയാണ്? 100ഓ? നോ. 108. എത്രയാണ്? 108. 108. 7 4 28 2 108 ആൻസർ. കറക്റ്റ്. 108 എന്നാണോ പറഞ്ഞു കിഷാൻ? ആരാ 100 എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ. ആണോ? ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഇത് ഒരു മോഡൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മോഡലാണ് ഈ ക്വസ്റ്റ്യൻ. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 29. ക്വസ്റ്റ്യൻ നമ്പർ EC29. Each side
ഓഫ് എ സ്ക്വയർ. ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയിൻ്റെ വാല്യൂ ആണ്. സോ എയിൻ്റെ വാല്യൂ ഇസ് 26 മീറ്റർ. ഇറ്റ്സ് ഏരിയ എന്താണ് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ ഏരിയ എന്തായിരിക്കും? ഏരിയയുടെ ഫോർമുല എന്താ? സ്ക്വയറിൻ്റെ ഏരിയൻ്റെ ഫോർമുല എന്താ? നോ, ഞാൻ കുറച്ച് മുന്നിൽ എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് സ്ക്വയർ എന്താ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ഏരിയ ഓഫ് സ്ക്വയർ ഇതവിടെ എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് സ്ക്വയർ എത്രയാ? എ സ്ക്വയർ ആണ്. ഇതാ ഏരിയ ഓഫ് സ്ക്വയർ എന്താ? എ ഇൻറ്റു എ സ്ക്വയർ. അപ്പം നമുക്ക് എ തന്നിട്ടുണ്ട്. എ എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 26 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. എ സ്ക്വയർ എന്തായിരിക്കും? എ ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു 26 ഇൻറ്റു 26. മീറ്റർ ഇവിടെ ഉണ്ട് കേട്ടോ. സോ എം ഇൻറ്റു എം പറഞ്ഞാൽ എം സ്ക്വയർ ആണ് വരേണ്ടത്. 26 ഇൻറ്റു 26 എത്ര വരുന്നു നോക്കൂ, എന്നിട്ട് പറയൂ. സ്ക്വയർ തന്നെ. അത് എത്ര വരും? എത്ര ആൻസർ വരിക? 26 ഇൻറ്റു 26 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 678. ഇല്ല, 8 ലാസ്റ്റ് നമ്പർ ആയിട്ട് വരില്ല. 676. യെസ്, കറക്റ്റ്. 676 ആണ്. 676 മീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പേജ് കഴിഞ്ഞോ? ഒരു മിനിറ്റ് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ സ്ക്രീൻ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് വിസിബിൾ ആണോ? സോ അടുത്തത് റെക്റ്റാങ്കിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഇത് EC30 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് എ ഗ്രൗണ്ട് പറഞ്ഞാൽ എന്താ? പ്ലേ ഗ്രൗണ്ട് ആവാം അല്ലേ? ലെങ്ത് is 125 meter. Its perimeter is എന്താണ്? ഏരിയ ഓഫ് ഗ്രൗണ്ട്. ഏരിയ നമുക്ക് തന്നു. ഇവിടെ മിസ് എങ്ങനെയാണ് കണ്ടെത്തിയെന്നറിയോ? ഇത് റെക്റ്റാങ്കിൾ ആണ് എന്ന്. നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയും റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വേഗം ഇത് റെക്റ്റാങ്കിൾ ആണെന്ന് പറയുന്നു. ഈ ഒരു ഷേപ്പ് എങ്ങനെയാണെന്നറിയോ? ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ഓക്കെ, റെക്റ്റാങ്കിൾ മാത്രമാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കിളിൽ. അപ്പോൾ ഏരിയ ഓഫ് എ ഗ്രൗണ്ട് ഇസ് 12,500 meter square. Its length is 125 meter. Its perimeter is what? ഈ ഒരു ക്വസ്റ്റ്യനിൽ റെക്റ്റാങ്കിൾ പറഞ്ഞിട്ട് വേർഡേ തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തത്? ഇവിടെ ലെങ്ത് പറഞ്ഞത് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് തരേണ്ടത് സ്ക്വയർ ആണെങ്കിൽ നമുക്കൊരു സൈഡ് എന്നാണ് പറയാറ്. ഓക്കെ, സോ ഏരിയ നമുക്ക് ഏരിയ എന്തായിരുന്നു ഫോർമുല? L ഇൻറ്റു B ആയിരുന്നു. ആ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 12,500 എന്ന്. ഇതിൽ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 125. ബെർത്ത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ബെർത്തിനെ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ ബീനെ ഇവിടെ വെച്ചോളൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് ഈ രണ്ടും ഉള്ളത്. ഇത് അങ്ങോട്ട് ഈ 125 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. 12,500 ഡിവൈഡഡ് ബൈ 125 എത്ര ആൻസർ കിട്ടുമെന്ന് പറയൂ. കോഷ്യൻ്റ് എത്രയാണ് വരാമെന്ന് പറയാം.
ടെൻ 10 ആണോ 100 ആണോ? 125 ഒരു തവണ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്യും, 0 ആയി. ഈ 2 സൈഫർ മേലെ ഇട്ട് കൊടുക്കണം. സോ 100 ആണ്. ബിക്ക് 100 ആണ് വരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോർമുല 2 × L+B എന്നതാണ്. സോ 2 ഇവിടെ ഒന്നുമില്ല, ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് വെറുതെ നമ്പർ തന്നു എങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇവിടെ ഇൻടു സിമ്പിൾ ഉണ്ട് എന്നതാണ്. അപ്പം ഇൻടു ഇട്ട് കൊടുത്തു. എൽ എത്രയായിരുന്നു? 125. ബി എത്രയാണ്? 100. ആദ്യം നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം ആഡ് ചെയ്യണം. 125 + 100 എത്രയാണ്? 225. ഇനി മൾട്ടിപ്പിൾ ചെയ്യൂ. 2 × 225 എത്രയാണ് വരിക? മൾട്ടിപ്പിൾ ചെയ്ത ആൻസർ പറയൂ. 800. ഇല്ല, ഒന്നുകൂടി മൾട്ടിപ്പിൾ ചെയ്യൂ. 225 × 2. 450. യെസ്, കറക്റ്റ്. 450. സോ ആൻസർ 450. ഇതും മീറ്ററിലാണ്, ഇതും മീറ്ററിലാണ്. അപ്പം മീറ്റർ മാത്രമേ വരുള്ളൂ. നമുക്ക് ഏരിയ പറയുമ്പോൾ മാത്രമാണ് m² എന്ന് വരിക. പെരിമീറ്റർ പറയുമ്പോൾ വെറും m മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. വെറും m മാത്രമേ ഇടാൻ പാടുള്ളൂ. ഏരിയ പറയുമ്പോൾ മാത്രമാണ് m² എന്ന് എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 450 m ആണ് ആൻസർ. ഓക്കെ, ഇത് ഓക്കെയാണ്. ഞാൻ ഒരു ടോപ്പിക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കാൻ തുടങ്ങും. അത് കാരണം ഞാൻ വേറൊരു ടോപ്പിക്കും കൂടി എടുക്കാൻ പോവാം. സിംപ്ലിഫിക്കേഷൻ എന്ന് കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല അല്ലേ? 3 ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ്. 3 or 4 ക്വസ്റ്റ്യൻ. സിംപ്ലിഫിക്കേഷൻ സിമ്പിളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 6 + 2 × 4 എത്രയായിരിക്കും ആൻസർ? ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? 2 × 4. യെസ്, കറക്റ്റ്. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ 6ൻ്റെ കൂടെ ആഡ് ചെയ്ത് ആൻസർ പറയും. $12 40. നോ, 40. നോ, 40. നോ. ആദ്യം ആൻസർ എത്രയാ പറഞ്ഞ്? 14 ആണോ? 14 എന്നാണോ? 14 ആണെങ്കിൽ ശരിയാ. എനിക്ക് 40 ആണ് കേട്ടത്. 40 അല്ല, 14 ആണ് കേട്ടോ. 14. ഓക്കെ, 14 ആണ്. ശരി, അടുത്തത് 6 × 10 + 5 × 6. ഇപ്പം ഏതാ ചെയ്യേണ്ടത്? ആദ്യം ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്.
ഇതിന്റെ പേര് വിൻകുലം എന്നാണ് പറയാ. വി ഫോർ വിൻകുലം. 6 ഇല്ല ഇല്ല, വിൻകുലമാണ് ആദ്യം ചെയ്യേണ്ടത്. വി ബോർഡ് മാസ് എന്നാണ് പറയാ. വി 6 ബോർഡ് മാസ്. 5 ആ 5x6 ആദ്യം. ഈ ഡാഷ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ബ്രാക്കറ്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ വരുന്നത് ആദ്യം മൾട്ടിപ്പിൾ ചെയ്യണം. സോ 5x6 30 വരും. 30 പ്ലസ് 6 × 60 10 60 60 പ്ലസ് 30 90 ആൻസർ. അടുത്തത് 6 ഡിവിഷൻ 2 മൈനസ് 3 ഇൻറ്റു 2. ഇതിലേതാ ആദ്യം ചെയ്യേണ്ടത്? 6 കൂടെ 2. ആ യെസ്, ഡിവിഷൻ അല്ലേ? ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. സോ ഡിവിഷൻ ആദ്യം ചെയ്യുന്നു, 4 കിട്ടുന്നു. പിന്നെ ആ ഇക്വേഷൻ ഞാൻ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3 × 2 എത്രയാണ്? 6. 4 - 6. ആൻസർ എന്തായിരിക്കും? 2 വെറും 2 ആണോ -2 ആണോ? -2. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് വലിയ നമ്പറിൻ്റെ സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്, മുന്നിലുള്ള സൈൻ. സോ -2 ആണ് ആൻസർ വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 6 × 6 പ്ലസ് 5 ഡിവിഷൻ 5 പ്ലസ് 7 ഡിവിഷൻ 49 പ്ലസ് അല്ല ഇൻറ്റു 7 ഇൻറ്റു 7. ആൻസർ എന്താ പറയൂ? -44. 45 നോക്കാം. ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. സോ 6 × 6 അങ്ങനെ തന്നെ വെച്ചോളൂ, പ്ലസ്സും അങ്ങനെ തന്നെ വെച്ചോളൂ. ഇതാണ് ആദ്യം 1 പ്ലസ് ഇത് 1/7 എന്നാണ് കിട്ടുക. 1/7 ഞാൻ എങ്ങനെ എഴുതുന്നു? ഇങ്ങനെ എഴുതുന്നു, 1/7 ഇൻറ്റു 7 × 7. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോക്കടാ, ഈ 7ഉം ഈ 7ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. എപ്പോഴാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇവിടെ ഇൻറ്റു മാർക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് 6 × 6 36 പ്ലസ് 1 പ്ലസ് ഇവിടെ 1 ഉണ്ട്. 1 × 1 എത്ര വരിക? 1 × 1 1 ഇൻറ്റു 1 അപ്പോൾ 7 അല്ല ഇൻറ്റു 7 അപ്പോൾ 7. സോ 36 പ്ലസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 44. ആൻസർ 44 ആണ്. ആർക്കെങ്കിലും 44 കിട്ടിയിട്ടുണ്ടായിരുന്നോ? കിട്ടിയിരുന്നോ? ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സിംപ്ലിഫൈ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ 7/3 into 2/3 division 3/5 divided by 2 plus 1 2/3.
ചേട്ടാ 7/3 ഇൻറ്റു 2/3. ഈ ഡിവിഷൻ ഉണ്ടല്ലേ, ഡിവിഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ പറ്റും. എന്നിട്ട് ഈ ഭാഗത്തിനെ മേലേക്കും മേലത്തെ ഭാഗം താഴേക്കും എഴുതാൻ പറ്റും. ഇനി താഴെ വന്നു, ഇവിടെ 2 ഉണ്ട്, പ്ലസ് 1 2/3 മിക്സഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. 1 3s are 3 പ്ലസ് 2 5 5/3 എന്നായി. ഇനി താഴെ വീണ്ടും ഇവിടെ 7/3 ഇൻറ്റു 2/3 ഇൻറ്റു 5/3. എൻ്റെ ഫൈനൽ ആൻസർ 7 ഇൻറ്റു 2 14 14 ഇൻറ്റു 5 70 വരും. താഴെ 3 3s are 9 9 3s are 27 വരും. താഴെ 2 3s are 6 പ്ലസ് 5 11 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇനി 70 ഡിവൈഡഡ് ബൈ 27. ഇതിനെ ഉൾട്ടയാക്കണം. സോ ഇൻറ്റു 3/11. ഇതും 27 3 9 തവണ. ആൻസർ 70/950. കറക്റ്റ് ആൻസർ. ഇതൊന്ന് എഴുതി വെച്ചോളൂ, എന്നിട്ട് വീട്ടിലിരുന്ന് ചെയ്തു നോക്കുക. ക്ലാസ് അയച്ചുതരുമോ? ഞാൻ അയച്ചു തരാറുണ്ട്. ഞാൻ അയച്ചു തന്നില്ലെങ്കിലും നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. എല്ലാ ക്ലാസ്സും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ അന്നന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്യുന്ന അന്നന്ന് തന്നെ വരും. വരാറുണ്ട്. ആ, അപ്പം അതെടുത്ത് നോക്കുക. എന്നിട്ട് പറഞ്ഞു തന്ന ക്ലാസ്സിനെ ഒന്നും കൂടി കാണുക. നോക്കൂ, നിങ്ങൾക്ക് വേറെ വേറെ ലിങ്ക് ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് കയറാനും കൂടി ആയിട്ടാണ് ഞാനത് പബ്ലിക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായ? ശരിക്കും നിങ്ങൾ മാത്രമേ പൈസ അടച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ കാണാനുള്ള അനുവാദം ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാ മൊബൈലിൽ നിന്നും യൂസ് ചെയ്ത് അത് കാണാൻ വേണ്ടിയിട്ടാണ് പബ്ലിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാണുന്നില്ല, വേറെ ആരൊക്കെയോ കയറി കാണുന്നുണ്ട് എന്ന് മാത്രം. അതിൻ്റെ ലോസ് നിങ്ങൾക്കാണ്. അപ്പം നിങ്ങൾ ആദ്യം കണ്ട് പഠിക്കുക ആദ്യം. മനസ്സിലായോ? അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഒരു മിനിറ്റ്, ഇത് വേഗം ഒന്ന് ചെയ്യാം. 9680 ഇൻറ്റു 10 ഇൻറ്റു 14 ഇൻറ്റു 0 ഇൻറ്റു 8. ആൻസർ എന്തായിരിക്കും? എല്ലാ നമ്പറിനെയും ഒന്ന് നോക്കൂ, എല്ലാ നമ്പറിനെയും നോക്കൂ. ഇവിടെ 0 പറഞ്ഞ ഒരു വില്ലൻ കിടപ്പുണ്ട്. ഈ 0 കൊണ്ട് എത്ര വലിയ നമ്പറിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താലും ആൻസർ എന്തായിരിക്കും? യെസ്, കറക്റ്റ്, സൂപ്പർ, 0. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് സിംപ്ലി ഡിവിഷൻ ആണ്. 641,664 ഡിവൈഡഡ് ബൈ 60. ഇതൊന്ന് ചെയ്യൂ, ചെയ്തിട്ട് ആൻസർ പറയൂ.
1,60,60,416 1,00,000 അത്രയൊക്കെ വരുമോ? ഡിവൈഡാണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല. മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ അത്രയല്ല വരിക. 1,00,000 നിനക്ക് എങ്ങനെ വന്നു? ഇവിടെ 6 16 പോവില്ല, അപ്പോൾ 64 എടുക്കേണ്ടി വരും. 64 എന്ന് പറയുന്നത് 4 തവണയാണ് വരിക 16. 16ൻ്റെ ടേബിൾ 1 16s are 16s, 2 16s are 32, 3 16s are 48, 4 16s are 64. അങ്ങനെ 4 തവണ വരെ ഇത് 0 ആയി. ഇനി അടുത്തത് നമുക്ക് ഈ 1നെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുത്തിട്ട് ഈ 2 നമ്പറിനെയും എടുക്കാം. 16 ഒരു തവണ വരും മൈനസ് ചെയ്ത്. ഇനി ഈ 2 നമ്പറിനെയും താഴേക്ക് എടുക്കണം. 64. അപ്പോൾ എന്താ വരിക? വീണ്ടും ഒരു 4,0,1,0,4 4,0,1,0,4. യെസ്, കറക്റ്റ്. ആരത് പറഞ്ഞേ? ഇതിപ്പോൾ ആരാ ആൻസർ പറഞ്ഞ ആള്? ദയ. ദയ ചെയ്ത് നോക്കിയിട്ടല്ലേ പറഞ്ഞ്? കാൽക്കുലേറ്ററിൽ ചെയ്യരുത് കേട്ടോ. കാൽക്കുലേറ്റർ എക്സാമിന് അലൗഡ് അല്ല. സോ നെക്സ്റ്റ് 24 പ്ലസ് ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്. 6 മൈനസ് 5 മൈനസ് 2 4 മൈനസ് 3. ഇതാണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ കേർവ് ബ്രാക്കറ്റ് ആണ് കേട്ടോ. പിന്നെ കേർലി ബ്രാക്കറ്റ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതാണ് ഓർഡർ വരിക. ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 3 ബ്രാക്കറ്റ് എന്ന സ്ഥിതിക്ക് ആദ്യം നമ്മൾ ഈ പറഞ്ഞ കേർവ് ബ്രാക്കറ്റ്, പിന്നെ കേർലി ബ്രാക്കറ്റ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്തിട്ട് പറയൂ എത്രയാണ് വരുന്നത്. ഫൈനൽ ആൻസറാ? ഇല്ലപ്പാ, അതല്ല ആൻസർ. എനിക്ക് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എല്ലാ നമ്പറും നോക്കിയില്ലേ? പറയട്ടെ. 4 മൈനസ് 1 എന്ന് പറയുന്നത് 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 കിട്ടും. ഈ 2 ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തുണ്ടല്ലേ, ഈ 2 ഈ ബ്രാക്കറ്റിലുള്ള നമ്പർ, ബ്രാക്കറ്റിനെ സോൾവ് ചെയ്താൽ കിട്ടുന്ന നമ്പറും ഈ പുറത്തുള്ള നമ്പറും തമ്മിൽ ഇൻടു ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. എന്താ ഇൻഡുവിന്റെ ആ ചിഹ്നം ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഇൻഡുവിന്റെ ചിഹ്നം അവർ തരില്ല. ഒന്നാമത്തെ ഇൻഡുവിന്റെ ചിഹ്നം തരില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. എന്താ പ്രീവിയസിൽ ഒന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, 2 ഇൻറ്റു എൽ പ്ലസ് ഡി എന്ന് ഞാൻ പറഞ്ഞില്ലേ. 2 ഇൻറ്റു എൽ പ്ലസ് ഡി ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻറ്റു ഞാൻ പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല, ബ്രാക്കറ്റിന് പുറത്തൊരു നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റു ആണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇവിടെ കണ്ട 2 ഇൻറ്റു റൂട്ട് 2, ഇവിടെ ബ്രാക്കറ്റിൽ 25. ഞാനിവിടെ കണ്ട ഇൻറ്റു കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ 4 മൈനസ് 3 1 ആണ്. അപ്പോൾ ഈ 2 ഇൻറ്റു 1 നമ്മൾ ചെയ്യണം. -5 ഉണ്ട്, ഒരു കേർലി ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ 6 ഉണ്ട്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ 24 പ്ലസ് ഉണ്ട്. 24 പ്ലസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്.
അപ്പോൾ 2 ഇൻറ്റു 1 2 തന്നെയാണ്. 5 മൈനസ് 2 3 ആണ് വരിക. സോ -3 എന്ന് വരും. 6 മൈനസ് പുറത്ത് സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പുറത്ത് സൈനാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. 24 പ്ലസ് 6 മൈനസ് 3 3 വരിക. ഇനി 24 പ്ലസ് 3 ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുത്തോളൂ, 7. 27 ആൻസർ. ഒന്ന് നിങ്ങൾ തന്നെ എഴുതി നോക്കൂ, ഇത് ചെയ്ത് നോക്കൂ. ഞാൻ സമയം തരാം, ഒന്ന് ചെയ്ത് നോക്കൂ. ഡൗട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കൂ. ചെയ്ത് നോക്കിയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. ഇല്ല. കഴിഞ്ഞോ? നെക്സ്റ്റ് പോട്ടെ. കുറേ പഠിക്കാനുണ്ട് നമുക്ക്. അടുത്തത് ഒരു മിനിറ്റ് കേട്ടോ. മിസ് സ്ക്രീൻ കാണില്ലോ? പോയി അറിയാം. അത് PDF ഫയൽ കഴിഞ്ഞിരുന്നേ. കാണുന്നില്ലേ? വിശക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. 7 കേട്ടോ. 6 വന്ന് കുറച്ച് വലുതാണ്, അത് കാരണം 7 എടുക്കുകയാണ്. ഈസി. 12 ഇൻറ്റു 10 ഡിവിഷൻ 120 ഡിവൈഡ് ബൈ 240 വിച്ച് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 120. ഇത് ഈസിയാണ്, ഒന്ന് ചെയ്ത് നോക്കൂ.
1. 1 ആണോ? അല്ലല്ലോ, ഒന്നുകൂടി ചെയ്ത് നോക്കൂ. 1 വരില്ല, ഓപ്ഷനിൽ 1 ഇല്ല. പറയട്ടെ, ആദ്യം ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഡിവിഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് ഇതിനെയാണ്. 120 ഡിവൈഡ് ബൈ 240 ആണ് ആദ്യം ചെയ്യേണ്ടത്. സോ 12 ഇൻറ്റു 10 ഡിവിഷൻ 120 ഡിവൈഡ് ബൈ 240 1/2 എന്നാണ് വരിക. 120 240 എത്ര തവണയുണ്ട് എന്ന് അടിച്ചു കൊടുത്തെങ്കിൽ 2 തവണ ഉണ്ടാവും. സോ 1/2 വിച്ച് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഞാനൊരു എക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇൻറ്റു 120. ഇനി നമ്മൾ ചെയ്യേണ്ടത് 12 ഇൻറ്റു 10 ഈ ഡിവിഷൻ ഉണ്ടല്ലേ, ഇതിന് പകരം ഇൻറ്റു ഇട്ട് കൊടുത്തിട്ട് ഇതിന് തലകീഴായിട്ട് എഴുതാൻ പറ്റും. 2/1 2/1ഉം 2ഉം സെയിം തന്നെയാണ് കേട്ടോ. 2/1 ഏതൊരു നമ്പറിനെയും ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതേ നമ്പർ തന്നെ കിട്ടും. അത് കാരണം ഞാനിവിടെ വെറുതെ 2 മാത്രം ഇട്ട് കൊടുക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 120. ഇനി 12 ഇൻറ്റു 10 120 വരും, ഇൻറ്റു 240 വരും. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 120. ഈ എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത് എത്രയെന്ന്. അപ്പോൾ ഈ 120 ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് ഉള്ളത്. ഇത് ഈ സൈഡ് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 240 120 എത്ര തവണ ഉണ്ട് എന്നാണ്. 2 തവണയാണ് ഉള്ളത്. സോ ആൻസർ ഇതിന് എത്ര തവണ? 2 തവണ. സോ 2 ആണ് ആൻസർ. എക്സിൻ്റെ വാല്യൂ 2 ആണ്. ഇങ്ങനെയാണോ ചെയ്ത്? ഒരു തവണ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. കണ്ടുപിടിക്കലേ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്കിന് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥലത്ത് എന്ത് വരണം നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ മാർക്കിന് പകരം നമ്മളൊരു എക്സ് ഇട്ട് കൊടുക്കുകയാണ്. എക്സ് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. എ എന്ന് ഇട്ട് കൊടുക്കുക, ബി എന്ന് ഇട്ട് കൊടുക്കുക. മാത്സിൽ പൊതുവേ നമ്മളൊരു എക്സ് എന്നാണ് പറയുക. പറയട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ.
ആ ആ ആ വിശക്കുണ്ടോ? ഇല്ല. ഇല്ല. ഒരു മിനിറ്റ് കേട്ടോ, ഇതിൻ്റെ PDF കഴിഞ്ഞു. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, PDF കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Simplify 10 2/5 into 8 4/5 division 4 2/5. മിക്സഡ് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഇത് രണ്ടിനെയും മൾട്ടിപ്പിൾ ചെയ്യുക. കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഈ രണ്ടിനെ ആഡ് ചെയ്ത് മേലെ എഴുതുക. താഴെ ഈ 5 തന്നെ എഴുതി വയ്ക്കുക. ഇവിടെ 8 × 5 മൾട്ടിപ്പിൾ ചെയ്യുക. കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ 4 കൊണ്ടുപോയി ആഡ് ചെയ്യുക. അത് മേലെ എഴുതുക, താഴെ 5 തന്നെ എഴുതുക. അങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. സോ 10 5s are 50, 50 + 2 52 വരും. താഴെ 5 ഇൻറ്റു 8 5s are 40, 40 + 4 44 divided by 5 division 4 5s are 20, 20 + 2 22 division 5. ഇനി എന്ത് ചെയ്യണം? എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിവിഷനെ ഇൻറ്റു ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ തലകീഴായിട്ട് എഴുതുക. അപ്പോൾ 5/22 കിട്ടും. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതാണ് നമ്മളുടെ മിടുക്ക്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ ഉള്ളത് കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് മേലുള്ള നമ്പറിനെ താഴെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 5 കൊണ്ട് അടിച്ചു പോകും ഓരോരോ തവണ അല്ലേ? 22-ൽ 11 2 തവണയുണ്ട്. 44-ൽ 11 4 തവണയുണ്ട്. ഇത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 11ൻ്റെ ടേബിൾ പഠിച്ചിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇതൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള പ്രശ്നമാണ്. ഇനി 2 4-ൽ 2 ടൈംസ് ഉണ്ട്, കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് 52 × 2 താഴെ 5. അപ്പോൾ 2 2 4 104/5. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ജസ്റ്റ് നിങ്ങൾ 104/5 ആണ്. പക്ഷെ ഓപ്ഷനിൽ അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക. എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക? 104-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10-ൽ 5 2 തവണയുണ്ട്, അത് കഴിഞ്ഞു. പിന്നെ 4-നെടുത്ത് പുറത്തിട്ടു കേട്ടോ. ഇപ്പം നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ അങ്ങനെ വിട്ടുപോകും. അങ്ങനെ ചെയ്യരുത്. ഈ 104-ൽ ശരിക്കും 20 തവണയുണ്ട് 5. എത്ര തവണയുണ്ട്? 20 തവണ. അപ്പം 100 വരിക. അപ്പോൾ ഇവിടെ 4 വരും. ഇനി നമുക്ക് എഴുതാം. 20 കോഷ്യൻ്റ് ഇവിടെ എഴുതി, ഇവിടെ 5, ഈ 5 ഇവിടെ എഴുതി, ഈ 4 ബാലൻസ് മേലെ എഴുതി. നോക്കൂ, 20 × 5 100, 100 + 4 104/5. ഇത് കിട്ടിയില്ലേ? ഇതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി പോവാം. 9. ഡിവിഷൻ 2 × 3. ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റ് ഉണ്ട്. ഇൻറ്റു 2, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് പറയണം. ചെയ്യും.
18 ആണോ? നോക്കാം. 18 അല്ലേ. 6 ഡിവിഷൻ 2 3 വരും. എന്നിട്ട് ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇവിടെ പുറത്ത് ഇൻറ്റു മാർക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു 3 ഇൻറ്റു 2 ഇങ്ങനെയാണ് വരിക. 3 3s are 9. ആ ബ്രാക്കറ്റ് പോയി. ഇൻറ്റു 2. അപ്പോൾ ആൻസർ 80. കറക്റ്റാണ് കിഷാൻ. സൂപ്പർ കിഷാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10. 1/24 minus 1 plus 7/36 which is equal to 6/12 6/12 നോക്കാം കേട്ടോ. സോ 1/24 എന്ന് വെച്ചാൽ 1 × 24 24 പ്ലസ് 1 25/24 മൈനസ് 1 പ്ലസ് 7/36. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഫ്രാക്ഷനിലാണ്, ഒന്ന് മാത്രം നമ്പറിലുണ്ട്. അപ്പോൾ നമ്മൾ മൈനസ് ആണോ ചെയ്യേണ്ടത് അഡീഷൻ ആണോ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. ഏതും ഈ 1ഉം ഈ 7/36ഉം. അപ്പോൾ അഡീഷൻ ചെയ്യുമ്പോൾ 1/7/36 എങ്ങനെയാണ് അഡീഷൻ ചെയ്യുക? 1 × 36 36 പ്ലസ് 7 എത്രയാണ് വരിക? 43 വരും. /36 വരും. സോ 25/34 മൈനസ് ഇതിലല്ലേ നമ്മൾ ചെയ്തത്, അപ്പോൾ 43/36 എന്ന് വന്നു. ഇപ്പോൾ ഇവിടെ ബേസ് രണ്ടും ഇതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൈനസ് വരുമ്പോൾ ബേസ് ഡിഫറെൻ്റ് ആണെങ്കിൽ എന്തെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്, ഓർമ്മയുണ്ടോ? LCM എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? സോ 24ൻ്റെയും 36ൻ്റെയും LCM 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 12, ഇവിടെ 18, വീണ്ടും 2 കൊണ്ട് 6 9, വീണ്ടും 3 കൊണ്ട് 2 3 കഴിഞ്ഞു. സോ 2 2s are 4 4 3s are 12 12 2s are 24 24 × 3 72. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയൂ? പിന്നെയും 2 എടുക്കില്ലേ? എടുക്കണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ 1 3 എന്ന് വരും. പിന്നെ 3ന് എടുത്ത് കൊടുത്താൽ ഇങ്ങനെ വരും. വീണ്ടും നമ്മളിത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ സെയിം ആൻസർ തന്നെ വരുള്ളൂ കേട്ടോ. സോ 24 ഇവിടെ ഉണ്ട്, 72 ഇവിടെ ഉണ്ട്. 72ൽ എത്ര 24 ഉണ്ടെന്ന് വെച്ചാൽ 3 തവണ. ആ 3 കൊണ്ട് മേലെ മൾട്ടിപ്പിൾ ചെയ്യുന്നത് 75 വരും. അടുത്തത് വന്നിട്ട് 43/36 ആണ്. 43/36 ഇൻറ്റു വിച്ച് ഇസ് ഈക്വൽ ടു 72. 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് 72 വരുന്നത്. സോ 86. നമുക്കിപ്പോൾ എന്തായി? 75/72 മൈനസ് 86/72 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ എത്ര കിട്ടും? 11 കിട്ടും /72. ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഫ്രാക്ഷനെ ഒരുമിച്ച് ആക്കിയതിന് ശേഷം നമ്മൾ -1 ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഫ്രാക്ഷനെ ഒരുമിച്ചാക്കുക ആദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? വാല്യൂസ് 25/24 പ്ലസ് 7/36. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതേ സെയിം വാല്യൂ തന്നെ വരുള്ളൂ. ഇവിടെ 24നെ 72 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. സോ മേലെ 75 പ്ലസ് ഇവിടെ 36നെ
72 ആക്കണമെങ്കിൽ 2 ഉണ്ട്. സോ മേലെ 14/72. ഇവിടെ നമുക്ക് കിട്ടുന്ന -1 അവിടെ ഉണ്ട്. രണ്ടും ഇതാക്കിയാണ് 89/72 -1. സോ 89 - 72/72. ആൻസർ 17/72. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് ചെയ്ത് നോക്കൂട്ടാ. ഇന്ന് മതി ഇട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇനിയുള്ള നമ്പേഴ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതോടുകൂടി നമ്മൾ സിംപ്ലിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഒരു ½ ആൻ അവർ കൂടി ഉണ്ട് എങ്കിൽ എനിക്ക് സിംപ്ലിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയ ഇതിൽ വന്നിട്ടേ കുറേ പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ആ 2 ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതൊന്നും നിങ്ങളുടെ തലയ്ക്ക് പെട്ടെന്ന് കയറണമെന്നില്ല. അത് കാരണം അധികം എടുക്കുന്നില്ല ഞാൻ. ഓക്കെ. പിന്നെ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഞാൻ പണ്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു തവണയും കൂടി എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത ടോപ്പിക് നമ്പർ ആൻഡ് ന്യൂമറിക് സിസ്റ്റം ക്ലിയർ ചെയ്തു. 4 ഫണ്ടമെൻ്റൽ ഓൺ ഹോൾ നമ്പേഴ്സ് ചെയ്തു കഴിഞ്ഞു. ഫ്രാക്ഷണൽ നമ്പേഴ്സ് ചെയ്തു. ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ, LCM കഴിഞ്ഞു. ഡെസിമൽ കഴിഞ്ഞു. സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും പഠിപ്പിച്ച് തരാം. പിന്നെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അപ്രോക്സിമേഷൻ ഒരു തവണ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. വീണ്ടും പഠിപ്പിച്ച് തരാം. സിംപ്ലിഫിക്കേഷൻ ഒരു ½ ആൻ അവർ ഒരു ക്ലാസ്സിൽ ഞാൻ എടുത്ത് തീർക്കും. പിന്നെ ഉള്ളത് ആവറേജ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കൊക്കെയാണ്. ഇതൊക്കെ കുറച്ച് കട്ടി കൂടിയ ടോപ്പിക്കാണ്. ഞാൻ എന്തായാലും പറഞ്ഞു തരാം. നിങ്ങൾക്ക് പിക്കപ്പ് ആവുന്നുണ്ട് എങ്കിൽ ആക്കിക്കോളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ബൈ. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാം എഴുതിയെടുക്കൂ കേട്ടോ ആദ്യം. ശരി. അപ്പോൾ ബൈ.